സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ACP വരുണിനോട് രാധികയോടും പറയണേ, അതെ എന്താണെങ്കിലും നിങ്ങൾക്ക് പിന്നാലെ വളരെ വിദഗ്ധനായ ഒരു കൊലയാളി തന്നെയാണ് നിങ്ങളെ ഫോളോ ചെയ്ത് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടുപേരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ രണ്ടാളും ഒരുമിച്ചോ അല്ലെങ്കിൽ തനിച്ചോ എവിടേക്കെങ്കിലും യാത്രയോ മറ്റോ പോകുമ്പോൾ എന്തെങ്കിലും സംശയാസ്പദമായ രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയോ ആളുകളെ കണ്ടുമുട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ എന്നെ വിവരം അറിയിക്കണം. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. എന്നാണെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പു തരുവാണ്, ഞങ്ങളവൻ്റെ പിന്നാലെ തന്നെയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ച ആ കൊലയാളി ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. ഇനി മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസോ മറ്റോ കിട്ടുവാണെങ്കിൽ ഞാൻ വിളിക്കാം. എന്നാൽ ശരി, ഇപ്പം നിങ്ങൾ പോയിക്കോ. അങ്ങനെ വരുണിൻ്റെ അധികം അവിടെ നിന്നും ഇറങ്ങുവാണ്. പിന്നീട് രണ്ടാളും കാറിന് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഈ സമയം വഴിയിൽ അവർ പോകുന്ന വഴിയിൽ തടസ്സമായിട്ടൊരു ബൈക്ക് വന്ന് വട്ടം വെച്ചിരിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് വരുൺ രാധിക ഇടയ്ക്കണേ, ഇതാരാ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞ് വരുണിങ്ങനെ ഹോൺ അടിക്കുവാണ്. ഈ സമയം ബെഞ്ചമിൻ ഒരു ബനിയാനും മുണ്ടൊക്കെ ധരിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. എന്നിട്ട് ആ വണ്ടി അപ്പം തന്നെ എടുത്ത് മാറ്റുക. സോറി സാർ, സോറി അങ്ങനെ പറഞ്ഞ് അവിടെ നിന്നും വേഗം ഓടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഈ സമയം അയാളെ കണ്ടിട്ട് വരുണിൻ്റെ അധികം തിരിച്ചറിയണേ, എടോ ഇത് മറ്റേ ആളല്ലേ, തന്നെ അന്ന് പാർക്കിൽ നിന്ന് രക്ഷിച്ച ആൾ? അതുപോലെ നമ്മളന്ന് വണ്ടി ഓടിച്ച് പോയപ്പോൾ ഒരാളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചതും ഇയാൾ തന്നെയല്ലേ? അതേ വരും. അന്ന് കണ്ടപ്പോഴും ഒന്നും മര്യാദയ്ക്ക് സംസാരിക്കാനോ പരിചയപ്പെടാനോ ഒന്നും പറ്റിയില്ല. എന്നാണെങ്കിലും താനിറങ്ങ്, ഇപ്പം നമുക്ക് അയാളെ ചെന്നുകൊണ്ടൊന്ന് സംസാരിച്ചേക്കാം. അങ്ങനെ വരുണിൻ്റെ രാധികയും ബെഞ്ചമിൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുവാണ്. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച 3-4 ഭിക്ഷക്കാർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരോട് ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബെഞ്ചമിനെയാണ് കേട്ടോ. അന്നേരം ബെഞ്ചമിൻ അതിലൊരാൾക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുവാണ്. ബെഞ്ചമിനെ നല്ല മനസ്സൊക്കെ കണ്ട് അവരത് സന്തോഷത്തോടെ നോക്കി നിൽക്കുവാണ്. ഈ സമയം പെട്ടെന്ന് തിരിയുന്ന ബെഞ്ചമിൻ വരുണിനെ കാണുവാണ്. അന്നേരം ബെഞ്ചമിൻ അവരുടെ അടുത്തേക്ക് ചെല്ലുക. അങ്ങനെ ബെഞ്ചമിനെ കാണുന്നതും വരുൺ പറയണേ, ഞങ്ങളുടെ കാറിന് മുമ്പിലായിരുന്നു ഇയാൾ വണ്ടി കൊണ്ടുവന്ന് വെച്ചത്. ഓ ആയിരുന്നോ സാർ, സോറി. ഞാനേ ഇവർക്കുള്ള ഭക്ഷണ പൊതിയുമായിട്ട് വന്നതാ. ഇവരോട് പിന്നെ സംസാരിച്ചിരുന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല, അതുകൊണ്ടാണ്. അല്ല, നമ്മളിതിനു മുമ്പും കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് സാർ. അന്ന് ഇയാളെന്നെ രക്ഷിച്ചിട്ട് ഒരു നന്ദി വാക്കുപോലും പറയാൻ പറ്റിയില്ല. എനിക്കതിലൊന്നും തീരെ താല്പര്യമില്ല. നമ്മൾ നന്ദി കേൾക്കാനായിട്ടല്ലല്ലോ ഒരു കാര്യം ചെയ്യുന്നത്. എൻ്റെ കൺമുമ്പിൽ ഒരാൾക്കൊരു അപകടം സംഭവിക്കുന്നത് വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ എന്നെക്കൊണ്ടാവില്ല. അല്ല, സത്യത്തിൽ നിങ്ങൾ ആരാ എന്ന് രാധിക ചോദിക്കുക. അന്നേരം ബെഞ്ചമിൻ ചോദിക്കണേ, ഇവർക്ക് ഞാൻ ആരാണെന്നാണോ? സത്യം പറഞ്ഞാൽ ഞാൻ ആരുമല്ല, പക്ഷേ ഇവരെനിക്കെല്ലാമാണ്. ഈ സമയം ഒരാളോട് ഇന്ന് ചുമക്കുവാണ്. അത് കാണുന്നതും ബെഞ്ചമിൻ വേഗം അയാളുടെ അരികിലേക്ക് ഓടിച്ചെന്ന് അയാൾക്ക് വെള്ളം കൊടുക്കുകയും ഭക്ഷണം വാരി കൊടുക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ. അതുകൊണ്ട് രണ്ടുപേരും സന്തോഷത്തോടെ നോക്കി നിൽക്കുക. വരുൺ ബെഞ്ചമിനെ കുറിച്ച് പറയണേ, എത്ര നല്ല ആളാണ് അല്ലേ രാധികയെ? ഇന്നത്തെ കാലത്ത് ഇതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കണ്ടുകിട്ടാൻ വളരെ പ്രയാസമാണ്. വരുൺ പറയുന്നത് ശരിയാ. ആ ഭിക്ഷക്കാരോടൊക്കെ എത്ര സ്നേഹത്തോടെ അയാൾ പെരുമാറുന്നത്. അങ്ങനെ ബെഞ്ചമിൻ വീണ്ടും വരുണിൻ്റെ രാധികയുടെ അരികെത്തുവാണ്. എന്നിട്ട് പറയണേ, മുമ്പൊക്കെ ഏതെങ്കിലും വലിയ ഹോട്ടലിലൊക്കെ പോയാൽ പകുതിയോളം ഭക്ഷണം ഞാൻ വെറുതെ വേസ്റ്റാക്കി കളയുമായിരുന്നു. ഒരിക്കലും ഞാനൊരു കാഴ്ച കണ്ട്, ഹോട്ടലിലും മറ്റും വേസ്റ്റായി കളയുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അത് അവിടെ നിന്നെടുത്ത് വാരി കഴിച്ച് വിഷപ്പടക്കുന്ന ഇതുപോലുള്ള കുറേ ആൾക്കാർ. സത്യം പറഞ്ഞാൽ ആ കാഴ്ച കണ്ട് എൻ്റെ മനസ്സ് തകർന്നു പോയി. അത് എന്നെ വലിയൊരു പാഠമാണ് പഠിപ്പിച്ചത്. അതിനുശേഷം ഇതുപോലെ ഒരു നേരത്തെ ഭക്ഷണം ഞാൻ കഴിക്കുമ്പോൾ അതിനൊപ്പം 2-3 പേരുടെ വയറ് നിറക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. നേരം വരുൺ പറയണേ, എന്താണെങ്കിലും അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ്. ഞങ്ങളും പല ചാരിറ്റികളും നടത്താറുണ്ട്. ഇതിനൊക്കെ എന്ത് സഹായം വേണമെങ്കിലും തനിക്ക് ഞങ്ങളോട് ധൈര്യമായിട്ട് ചോദിക്കാം. അയ്യോ അതിനൊന്നും ആവശ്യമില്ല സാർ, ഇത് ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഉറങ്ങുമ്പോൾ അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു എന്നൊരു ആശ്വാസം ഉണ്ടാവണം മനസ്സിൽ, അതിനുവേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അന്നേരം രാധിക പറയുന്നുണ്ട്, എന്നാലും അന്ന് കണ്ടപ്പോൾ ഒന്ന് പരിചയപ്പെടാൻ പോലും നിന്ന് തന്നില്ലല്ലോ. ഈ സമയം അവർ വീണ്ടും ചുമക്കുന്ന കണ്ടിട്ട് ബെഞ്ചമിൻ വേഗം അവരുടെ അരികിലേക്ക് ഓടിപ്പോയി അവർക്ക് വീണ്ടും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാണ്. അങ്ങനെ വരുണിൻ്റെ അരികിൽ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ ബെഞ്ചമിൻ പറയണേ, എന്നാൽ നിങ്ങൾ പൊക്കോ, ഞാൻ എന്താണെങ്കിലും ഇവരുടെ അടുത്തുനിന്ന് വരാൻ കുറേ ലേറ്റാകും. ഇവരുടെ അരികിൽ വന്നിരുന്നാൽ പിന്നെ സമയം പോകുന്നത് അറിയില്ല. അങ്ങനെ പറഞ്ഞ് ബെഞ്ചമിൻ അവരോട് ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുകയും അവർക്ക് വേണ്ട വെള്ളവും ഭക്ഷണമൊക്കെ വീണ്ടും വീണ്ടും എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് വരുണിൻ്റെ അധികം അവിടെ നിന്നും പോകുവാണ്. എന്നിട്ട് കാറിൽ കയറി വീണ്ടും ബെഞ്ചമിനെ തന്നെ നോക്കുവാണ് കേട്ടോ. എന്നിട്ട് വരുൺ പറയണേ, സത്യം പറയാലോ വളരെ നല്ല സ്വഭാവമുള്ള ആളല്ലേ. ഇന്നത്തെ സമൂഹത്തിൽ ഇതുപോലെ ചിന്തിക്കുന്നവരെയൊക്കെ കാണാൻ ഭയങ്കര പാടാണ്. അന്നേരം രാധിക പറയുന്നുണ്ട്, ശരിയാ, നമ്മളും പലർക്കും പല നല്ല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇയാളെ കണ്ടപ്പോൾ നമ്മൾ അയാളുടെ മുമ്പിൽ വളരെ ചെറുതായതുപോലെ തോന്നുന്നു. അങ്ങനെ പറഞ്ഞ് അവർ കാറെടുത്ത് അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ അതൊക്കെ കാണുന്നതോടെ തൻ്റെ പ്ലാൻ വർക്കൗട്ടായി എന്ന് ബെഞ്ചമിൻ വിചാരിക്കുവാണ്. എന്നിട്ട് ബെഞ്ചമിൻ പറയണേ, അതെ മതി കഴിച്ചതൊക്കെ, എഴുന്നേക്ക് വേഗം സ്ഥലം കാര്യമാക്കാൻ നോക്ക്. ഇതാ പറഞ്ഞ കാശുണ്ട്. ഇനി ഇതുപോലെ നിന്നെയൊക്കെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും. അന്നേരം കൃത്യമായിട്ട് വന്നേക്കണം. പിന്നെ കാശ് കിട്ടിയെന്നറിഞ്ഞ് മൂക്കുമുറ്റും കുടിച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ആരുടെങ്കിലും പറഞ്ഞു നടന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഒറ്റൊരെണ്ണത്തിന് ഞാൻ ജീവനോടെ വെച്ചേക്കില്ല, മനസ്സിലായോ?
അന്നേരം അതിലൊരു പിച്ചക്കാരൻ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് കേട്ടോ. അത് കേട്ടിട്ട് ബെഞ്ചമിൻ പറയണേ, അതെ ആൾക്കാരെ കാണിക്കാനായിട്ട് ഭക്ഷണം വാരി തരുകയും തലോടുകയും ഒക്കെ ചെയ്യും എന്നും പറഞ്ഞ് എന്നെ തൊട്ടിരുമാൻ വന്നാലുണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് നീയൊക്കെ വാങ്ങിക്കും. ഓ എന്തൊരു നാറ്റോടോ, ഒന്ന് പോ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ വരെ പറഞ്ഞു വിടുക കേട്ടോ ബെഞ്ചമിൻ. എന്നിട്ട് ബെഞ്ചമിൻ ആലോചിക്കണേ, എന്താണെങ്കിലും വരുണിൻ്റെ രാധികയുടെ മനസ്സിലിപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനസ്ഥ ഇത് തന്നെയാണ് എനിക്കും വേണ്ടത്. പിന്നീട് കാണിക്കുന്നത് ദേവൻ്റെയും യശോദയുടെ അരികിലേക്ക് വരുന്ന സുകുമാരി അമ്മേനെയാണ്. മുത്തശ്ശി വന്നിട്ട് പറയണേ, അതെ ദേവ യശോദേ, എനിക്ക് കുടുംബത്തെ സംബന്ധിക്കുന്ന വളരെ ഗൗരവമുള്ളൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഞാൻ കണിമംഗലംകാരുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും വളരെ നാണം കെട്ട അവസ്ഥയിലൂടെയല്ലേ ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. പ്രിയങ്കയ്ക്ക് ഇങ്ങനൊരു അപകടം സംഭവിച്ചു. അതിൻ്റെ പേരിൽ ഒരു കാരണവശാലും വരുൺ പ്രിയങ്കയെ ഡിവോഴ്സ് ചെയ്യാതെ രാധികയുടെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ പ്രിയങ്ക മോള് മടങ്ങി വന്നിരിക്കുകയാണ്. ഇനി അവൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ കിട്ടിയാൽ തന്നെ അവളുടെ ചോദ്യത്തിന് നമ്മൾ എന്തുത്തരം കൊടുക്കും? അവളുടെ ഭർത്താവിനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിച്ചത് എന്തിനാണെന്ന് അവൾ ചോദിക്കില്ലേ? അന്നേരം നീ എന്ത് മറുപടി പറയും? ഇതിന് ഒരൊറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് രാധികയെ പറഞ്ഞു വിടണം. രാധിക അച്ഛനും അമ്മയും പറയുന്നത് എന്താണെങ്കിലും അനുസരിക്കാൻ തയ്യാറായി നിൽക്കുവാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ തന്നെ അവളോട് വരുണിൻ്റെ ജീവിതത്തിൽ നിന്നും പ്രിയങ്കയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പോകാൻ പറയണം. നിങ്ങൾ പറഞ്ഞാൽ അവൾ കേൾക്കും. കണിമംഗലം കുടുംബത്തിനും അത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ കണിമംഗലത്തുള്ള ഓരോരുത്തർക്കും ജയിലിൽ കയറി നടക്കേണ്ടി വരും. ഈ സമയം ദേവൻ പറയണേ, അപ്പോൾ പിന്നെ രാധിക മോളെ ഞാൻ എന്ത് ചെയ്യും? അവളെ എന്ത് ചെയ്യാൻ? മുമ്പ് ചെയ്യാൻ പഠിച്ചത് ഇപ്പം ചെയ്യണം. അവളെ അങ്ങോട്ട് ഇറക്കി വിടണം. നിങ്ങൾക്ക് മടിയാണെങ്കിൽ അത് ഞാൻ ചെയ്തോളാം. അന്നേരം ദൈവം പറയണേ, അമ്മയുടെ ഉപദേശമൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഇത്രയും ദിവസം അമ്മ ചെയ്ത കാര്യമുണ്ടല്ലോ, അത് തന്നെ തുടർന്നാൽ മതി. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്നൊക്കെ ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്തോളാം. പ്രിയങ്കയ്ക്കിനി അമ്മ പറയുന്നത് പോലെ പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടി അവൾ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലും ശരി, വരുണും രാധികയും തമ്മിൽ ഒരിക്കലും വേർപിരിയാൻ പോകുന്നില്ല. അതിന് ഞങ്ങൾ സമ്മതിക്കുകയില്ല. അതേക്കുന്നതും സുകുമാരി പറയണേ, വേണ്ട നീ ഒന്നും സമ്മതിക്കേണ്ട. പക്ഷേ എൻ്റെ പ്രിയങ്ക മോൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യും? അതിനി ആ രാധികേനെ കൊല്ലേണ്ടി വന്നാൽ പോലും അതിനെനിക്ക് ഒരു മടിയില്ല. ഒരു കാര്യം നിന്നോട് ഞാൻ പറഞ്ഞേക്കാം, ആരൊക്കെ കൂടെ നിന്നില്ലെങ്കിലും എൻ്റെ പ്രിയങ്ക മോൾക്കൊപ്പം ഈ മുത്തശ്ശി ഉണ്ടാകും. അവൾക്ക് നല്ലൊരു ജീവിതം ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അതിനി ആരെ കോടതി കയറ്റേണ്ടി വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിൽ മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം യശോദ പറയണേ, ദേവേട്ട അമ്മ എന്താ ഇങ്ങനെയായിപ്പോയതും? എന്തൊക്കെയാണ് അമ്മ പറഞ്ഞു കൂട്ടുന്നത്? എന്താണെങ്കിലും സ്വസ്ഥത പോയല്ലോ. അന്നേരം ദേവമരനെ താണെന്നാണെങ്കിലും അമ്മ പറഞ്ഞതൊക്കെ മനസ്സിൽ നിന്ന് പറഞ്ഞേക്ക്. അതോർത്തിരുന്നാലേ നമുക്ക് ഏത് നേരം വിഷമിക്കാനേ നേരം ഉണ്ടാകുള്ളൂ. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നതാണ്. എടാ ട്രിപ്പൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. അതിന് ആദ്യം എൻ്റെ ഈ ഓഫീസിലെ തിരക്കുകളും മറ്റൊന്ന് ഒതുക്കണ്ടേ? ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഓഫീസ് കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ വരുൺ. ഈ സമയത്തായിരിക്കും കേട്ടോ പ്രിയങ്കയെ കൂട്ടിക്കൊണ്ട് കൽപ്പനയും മുറവശിയും അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് വരുണിനെ കാണിച്ചു കൊടുക്കുവാണ്. നോക്കിക്കേ മോളെ, ആ വരുണ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ആ നിൽക്കുന്നത് ആരാണെന്നറിയോ? മോളുടെ ഭർത്താവാണ്. പ്രിയങ്കയുടെ കഴുതി താലി കെട്ടിയ ആളും. മോളല്ലേ എപ്പോഴും പറയുന്നത് ആ ചേട്ടന് മോളോട് ഭയങ്കര ദേഷ്യമാണെന്ന്. ആ ദേഷ്യം മാറ്റാനേ ഞങ്ങളൊരു സൂത്രം പറഞ്ഞു തരാം. എന്താ അത്? മോളെ, ചേട്ടൻ്റെ അരികിലേക്ക് ചെല്ലണം. എന്നിട്ട് ചേട്ടനെ കെട്ടിപ്പിടിച്ചാൽ മതി. ചേട്ടൻ്റെ എല്ലാ ദേഷ്യവും മാറും. പിന്നെ ചേട്ടനും മോൾക്കൊപ്പം കൂട്ടുകൂടും. അയ്യോ, അങ്ങനെ ചെയ്താൽ ചേട്ടൻ ദേഷ്യപ്പെടില്ലേ? ഇല്ല. മോളാരാ? ആ ചേട്ടൻ്റെ ഭാര്യയല്ലേ? മോളുടെ ഭർത്താവല്ലേ നിൽക്കുന്നത്. അപ്പോൾ പ്രിയങ്കല്ലാതെ മറ്റാർക്കാ വരുണിനെ കെട്ടിപ്പിടിക്കാൻ അവകാശമുള്ളത്? നീ ധൈര്യമായിട്ട് ചെല്ലുന്നേ. അതോടെ ആ ചേട്ടന് മോളോടുള്ള എല്ലാ ദേഷ്യവും മാറും. സത്യമാണോ? പിന്നല്ലാതെ. നീ ചെല്ല്. അതെ, ചേട്ടൻ്റെ പിണക്കൊക്കെ മാറിക്കഴിയുമ്പോഴേ ഈ പ്ലാനൊക്കെ ഞാൻ പറഞ്ഞു തന്നത് ഞങ്ങളാണെന്ന് ആരോടും പറയുന്നും വേണ്ട കേട്ടോ. ഇല്ല, എന്നാൽ ചെല്ല്, വേഗം ചെല്ല്. അങ്ങനെ പറഞ്ഞ് രണ്ടും കൂടി പ്രിയങ്കയെ വരുണിൻ്റെ അരികിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവിടെ മറഞ്ഞു നിൽക്കുവാണ്. അന്നേരം പ്രിയങ്കയാണെങ്കിൽ ചിരിച്ചു കളിച്ചുകൊണ്ട് വരുണിൻ്റെ അരികിലേക്ക് പോകുവാണ്. എന്നിട്ട് പിന്നിലൂടെ വന്ന് വരുണിനെ കെട്ടിപ്പിടിക്കുവാണ്. അന്നേരം വരുണാണെങ്കിൽ രാധികയാണെന്ന് വിചാരിച്ച് പ്രിയങ്കയുടെ കയ്യിൽ തലോടുന്നുമുണ്ട്. എന്നാൽ ശരിയടാ, ഞാൻ പിന്നെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് വരുൺ ഫോൺ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് ചോദിക്കണേ, അല്ല ഇതെന്ത് പറ്റി? കണിമംഗലത്ത് വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് മര്യാദക്ക് നേരെ ചൊവ്വെന്ന് നോക്കുക പോലും ഇല്ലല്ലോ. ഇപ്പം എന്തു പറ്റി? താനതെല്ലാം മറന്നെങ്കിൽ പിന്നെ എനിക്കെന്താ കുഴപ്പം? അങ്ങനെ പറഞ്ഞ് വരുൺ തിരിയുമ്പോഴായിരിക്കട്ടോ തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് പ്രിയങ്കയാണെന്ന് മനസ്സിലാവുന്നത്. അയ്യേ, നീയോ? നീ എന്തിനാടി എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? വിടടി, എന്നെ വിടാൻ. ഇല്ല, എൻ്റെ ഭർത്താവല്ലേ ഇത്, പിന്നെന്താ കെട്ടിപ്പിടിച്ചാൽ കുഴപ്പം? നിന്നോടല്ലേ വിടാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് വരുൺ പ്രിയങ്കയെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുക. ഈ സമയം പ്രിയങ്ക വീണ്ടും വരുണിനെ കെട്ടിപ്പിടിക്കുക. ഇല്ല, ഞാൻ വിടില്ല, എൻ്റെ ഭർത്താവിനെ ഞാൻ വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അന്നേരം ഒച്ചയും ബഹളമൊക്കെ കേട്ട് രാധികയും പത്മിനിയും സൂര്യയൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരുവാണ് കേട്ടോ. അങ്ങനെ അവരും ഈ കാഴ്ച കണ്ട് ആകെ ഞെട്ടി നിൽക്കണേ. അങ്ങനെ രാധികയെ കാണുന്നത് വരുൺ പറയണേ, എടോ കണ്ടില്ലേ ഇവൾ കാണിക്കുന്നത്? മര്യാദയ്ക്ക് വൃത്തിയോടെ പിടിച്ച് മാറ്റും. രാധിക നേരം പ്രിയങ്കയെ പിടിച്ച് മാറ്റുക. പ്രിയങ്കയെ എന്തായി കാണിക്കുന്നേ? നീ വിട്ടേ. ഇല്ല, എൻ്റെ ഭർത്താവാണ് ഇത്, എൻ്റെ ഭർത്താവിനെ ഞാൻ കെട്ടിപ്പിടിക്കും.
അന്നേരം സൂര്യൻ പത്മിനി എല്ലാവരും കൂടി പ്രിയങ്കയോട് ദേഷ്യപ്പെടുക. നീ മര്യാദക്ക് വിടാനല്ലേ പറഞ്ഞത്, മാറി നിൽക്കടി എന്ന് പറഞ്ഞ് വരണം പിടിച്ച് തള്ളുവാണ്. അങ്ങനെ രാധിക ഒരു കണക്കിന് പ്രിയങ്കയെ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. പ്രിയങ്കയാണെങ്കിൽ ഈ സമയം അങ്ങ് വയലൻ്റ് ആകുവാണ്. അന്നേരം സൂര്യയും രാധികയൊക്കെ ചേർന്ന് പ്രിയങ്ക ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സീനൊക്കെയാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്